ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഈ വർഷം കീം എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു CBT എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ അത് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ CBT ടെസ്റ്റിന്റെ ഗൈഡ് ലൈൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ഫേഷ്യൽ ഇമേജ് ക്യാപ്ചർ ഉണ്ടാവും. അപ്പോൾ അതിനുശേഷമാണ് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് നിങ്ങളെ കമ്പ്യൂട്ടർ ലാബിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ ഫേഷ്യൽ ഇമേജ് ക്യാപ്ചർ കഴിഞ്ഞാൽ നിങ്ങളെ കമ്പ്യൂട്ടർ ലാബിലേക്ക് കൊണ്ടുപോകും. അവിടെ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീറ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾ തരുന്ന സിസ്റ്റത്തിലെ ലോഗിൻ സ്ക്രീനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോക്കേറ്റഡ് സീറ്റ് നമ്പർ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള സീറ്റ് നമ്പറും നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റ് നമ്പറും സെയിം ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടായിരിക്കും. ആ ടെക്സ്റ്റ് ബോക്സിൽ റോൾ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യണം. വിർച്വൽ കീബോർഡും മൗസും യൂസ് ചെയ്തിട്ട് വേണം എൻ്റർ ചെയ്യാനായിട്ട്. നിങ്ങൾ കീബോർഡ് ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി നിങ്ങൾ റോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിനുശേഷം റോൾ നമ്പർ വാലിഡേറ്റ് ചെയ്യും. റോൾ നമ്പർ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീക്രട്ട് കോഡ് തരും. അത് എൻ്റർ ചെയ്യണം ലോഗിൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മൾ റോൾ നമ്പർ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സീക്രട്ട് കോഡ് കിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് ആ സീക്രട്ട് കോഡും കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നിങ്ങൾക്ക് അവിടെ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ പേജ് നിങ്ങൾക്ക് അവിടെ വിസിബിൾ ആവും. ഇനി ഈ ജനറൽ ഇൻസ്ട്രക്ഷൻ പേജിന്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ നിങ്ങളുടെ പേര്, റോൾ നമ്പർ, ഫോട്ടോ, അതായത് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പേരും റോൾ നമ്പറും ഫോട്ടോ ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആക്ച്വൽ എക്സാം തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്കൊരു ഒരു ഫെമിലിയറൈസേഷൻ സെഷൻ പോലെ നിങ്ങൾക്ക് കിട്ടും. അത് ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് ആക്ച്വൽ എക്സാമുമായിട്ട് ബന്ധമില്ല, പക്ഷെ ആക്ച്വൽ എക്സാം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടി മാത്രം തരുന്നതാണ്. അത് ആക്ച്വൽ എക്സാം തുടങ്ങുന്നതിന്റെ ഒരു 15 മിനിറ്റ്സ് മുന്നായിരിക്കും. അപ്പൊ അതിലൊരു കൗണ്ട് ആൻഡ് ടൈമർ ഉണ്ടായിരിക്കും. അത് 0 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. ഡയറക്റ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റിന്റെ പേജിലേക്കാണ് പോവുക. ആ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം. മോക്ക് ടെസ്റ്റിന്റെ അത് ടൈമർ 0 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വൽ എക്സാമിനേഷൻ പേജിലേക്ക് പോകും. അപ്പൊ ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ച്വൽ എക്സാമിനേഷൻ പേജ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇനി ആക്ച്വൽ എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ആക്ച്വൽ എക്സാമിനേഷന്റെ ആ ഒരു സ്ക്രീൻ, അതായത് നിങ്ങളുടെ എക്സാമിനേഷൻ സ്ക്രീനിലേക്ക് വരും. ഇനി അവിടെ നമ്മൾ ഒരു ഇൻഫർമേഷൻ പാനൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ്, ആൻസേർഡ് ക്വസ്റ്റ്യൻസ് എത്രയാണ്, എത്ര ടൈം നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ആ കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ടായിരിക്കും വരുന്നത്. ഓരോ ക്വസ്റ്റ്യന്റെ ഒപ്പവും അതിന്റെ ഓപ്ഷൻസും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ അതിന്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൗസ് യൂസ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ആ ക്വസ്റ്റ്യൻ ബ്ലോക്കിന്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ നിങ്ങൾക്ക് ഫോണ്ട് സൈസ് ഉണ്ട്. ആ ഫോണ്ട് സൈസ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ അതിനുമുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ പാലറ്റ് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ബ്ലോക്കിന്റെ റൈറ്റ് സൈഡിൽ, അതായത് സ്ക്രീൻ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഏത് സബ്ജക്റ്റിലേക്ക് വേണമെങ്കിലും ഏത് ക്വസ്റ്റ്യൻസിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. ഓക്കെ, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. കുറെ പേർക്ക് ഡൗട്ട് ഉള്ള കാര്യമായിരുന്നു. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ക്യാൻ നാവിഗേറ്റ് ടു എനി സബ്ജക്ട് ഓർ എനി ക്വസ്റ്റ്യൻ ബൈ ക്ലിക്കിംഗ് ദ ക്വസ്റ്റ്യൻ നമ്പർ ഷോൺ ഇൻ ദ ക്വസ്റ്റ്യൻ പാലറ്റ്. അപ്പൊ അതില് നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി ആ പാലറ്റിൽ തന്നെ നമുക്ക് നമ്മൾ ആൻസർ ചെയ്തത് ഏതാണ്, അൺആൻസേർഡ് ഏതാണ്, മാർക്ക് ഫോർ റിവ്യൂ ഏതാണ്, ആൻസേർഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് അത് ഓരോ കളറിൽ കാണാം. അതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അതായത് ക്വസ്റ്റ്യൻ പാലറ്റിൽ നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഗ്രീൻ കളറിലായിരിക്കും വരിക. ആൻസർ ചെയ്തത് ഗ്രീൻ കളറിൽ, ആൻസർ ചെയ്യാത്തത് വൈറ്റ് കളറിലായിരിക്കും. മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളത് ഓറഞ്ചിലും ആൻസേർഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളത് ഒരു പേർപ്പിൾ കളറിലും ആയിരിക്കും വരിക. അപ്പൊ ആൻസർ ചെയ്തത് ഗ്രീൻ, ആൻസർ ചെയ്യാത്തത് വൈറ്റ്. ഈ മാർക്ക് ഫോർ റിവ്യൂ, ആൻസേർഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ലാസ്റ്റ് ഒന്നും കൂടെ നോക്കാൻ വേണ്ടി വെച്ചിട്ട് പക്ഷെ ആൻസർ ചെയ്തിട്ടില്ല. ആൻസേർഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തിട്ട് ഒന്നും കൂടെ റിവ്യൂ ആണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് അത് റിവ്യൂ ചെയ്യാൻ വിട്ടുപോയാലും ആ ആൻസർ ചെയ്ത് ഫൈനൽ ആൻസർ ആയിട്ട് എടുക്കും. അപ്പൊ അത് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ നാവിഗേഷൻ പാനലിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
ഇതില് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സേവ് ആൻഡ് മൂന്നാല് ബട്ടൺസ് ഉണ്ട്. ആ ബട്ടൺസിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാം. സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓപ്ഷൻ എടുത്തു, അത് സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ്. അത് സേവ് ആൻഡ് നെക്സ്റ്റ്. സേവ് ആൻഡ് പ്രീവിയസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ഓപ്ഷൻ അത് സേവ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്ലിയർ റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസ്പോൺസ്, അതായത് ആ ആൻസർ അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം. പിന്നെ മാർക്ക് ആൻഡ് അൺമാർക്ക് ഫോർ റിവ്യൂ ഉണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പൊ ലാസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് വീണ്ടും നോക്കാനായിട്ട് അത് നമുക്ക് അൺമാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമുക്ക് ആൻസർ ചെയ്തിട്ടും ആൻസർ അൺആൻസേർഡ് ആയിട്ടും നമുക്ക് റിവ്യൂവിന് പോവാം. മാർക്ക് ആൻസർ ചെയ്തിട്ടാണ് നമ്മൾ, അതായത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടാണ് റിവ്യൂവിന് പോകുന്നതെന്നുണ്ടെങ്കിൽ, റിവ്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ആ ആൻസർ ഫൈനൽ ആൻസർ ആയിട്ട് എടുക്കുകയും ചെയ്യും. ക്ലിയർ? പിന്നെ നമ്മൾ സീറോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സാം സ്റ്റാറ്റിസ്റ്റിക്സ് കാണാൻ സാധിക്കും. അതായത് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, ആൻസർ ചെയ്തു, അൺആൻസേർഡ് എത്രയാണെന്നുള്ളതൊക്കെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് പേജ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് ലീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അത് ടൈമർ സീറോയിലേക്ക് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു എക്സാമിനേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് പേജിലേക്ക് നിങ്ങൾ പോകും. അപ്പൊ അവിടെ നിങ്ങൾക്ക് അത് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് ലീവ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി ആക്ച്വൽ എക്സാമിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു മോക്ക് ടെസ്റ്റ് പോലെ അല്ലെങ്കിൽ ഫെമിലറൈസേഷൻ സെഷൻ ഉണ്ട്. അപ്പൊ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കീബോർഡ് യൂസ് ചെയ്യാൻ പാടില്ല. വിർച്വൽ കീബോർഡും മൗസും വെച്ചിട്ട് മാത്രം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, ഇനി എത്ര ടൈം ഉണ്ട്, ടൈം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ഒന്നും ടെൻഷൻ ആവേണ്ട. എല്ലാം നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ടെൻഷൻ ഇല്ലാതെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. താങ്ക് യു.